സമയം വരിക ദൈവജനമേ, വിളിയാകുവാൻ സമയമായി. വരിക ദൈവജനമേ, വിളിയാകുവാൻ സമയമായി. ഇതായിവിടെ ദൈവത്തിന്റെ കൂടാരം, ഇതായിവിടെ കർത്താവിൻ ബലിപീഠം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മായിരിക്കുകയാണ്. ക്രിസ്തുമസിൻ്റെ ഈശോ തിരുപ്പിറവിയുടെ ഏറ്റവും അടുത്ത ദിവസമാണ് ഇന്ന്. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ പ്രത്യേകമായിട്ട് ഒരുക്കാം. പരിശുദ്ധമായ ഹൃദയത്തിലാണ് അവിടുന്ന് പിറക്കുക. പുൽക്കൂടിന് തുല്യമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഹൃദയത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടും നിലനിർത്തുവാനായിട്ടും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി ഏറ്റവും ഭക്തിയോടുകൂടെ നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മധ്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടുകൂടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ.
നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൽ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. ആമേൻ. സർവ്വജീവനാം കർത്താവേ, നിന്നെ വണങ്ങിനമിക്കുന്നു. ഈശോധാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്തിനൊരിക്കെ മഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമാരുടെ ആത്മാവിൽ ഉത്തമരക്ഷയും നീങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നയിക്കാം. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം പാപത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള വായന 9-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല, അബ്രാഹത്തിന്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. ഇസ്ഹാക്ക് വഴിയുള്ളവരായിരിക്കും
നിന്റെ സന്തതികളായി അറിയപ്പെടുക. അതായത് വംശമുറയ്ക്കുള്ള മക്കളല്ല, ദൈവത്തിൻ്റെ മക്കൾ. പ്രത്യുത വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. വാഗ്ദാനം ഇതാണ്: ഒരു നിശ്ചയ സമയത്ത് ഞാൻ വരും, അന്ന് സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ പൂർവ്വപിതാവായ ഇസാക്ക് എന്ന ഒരേ ആളിൽ നിന്ന് റെബേക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു. എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി: ജ്യേഷ്ഠൻ അനുജന്റെ സേവകനായിരിക്കും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പ്രവൃത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാം എന്തു പറയണം? ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതി ഉണ്ടെന്നോ? ഒരിക്കലുമല്ല. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും എന്ന് അവിടുന്ന് മോശയോട് അരുൾ ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സത്യമാം വചനം, നിത്യമാം വചനം, ആത്മാവാം വചനം, ദൈവത്തിൻ വചനം. സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5, തിരുവചനങ്ങൾ 38 മുതൽ 48 വരെ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത് കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലയ്ക്ക് കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നവരോടുകൂടെ 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പമാകുവാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങൾ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം മതംപതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ
സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനം നൽകുവാൻ എഴുന്നള്ളി വരയണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായി ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യ സ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരയണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞ എല്ലാവരെയും സ്വർഗ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമെന്നും രോഗബാധിതരായിട്ട് എന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗശുശ്രൂഷകരെ സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാൻ ആവശ്യമായ മാർഗം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ പിറവി തിരുനാളിൽ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരങ്ങളായവ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. തിരുസന്നിധിയിൽ പരിശുദ്ധമായ ഈ നിമിഷത്തിൽ നമുക്ക് സമർപ്പിക്കാം. ക്രിസ്മസിന് ഒരുക്കമായി നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ടും നമ്മുടെ കുറവുകളും പോരായ്മകളും എല്ലായിടത്തു മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുവാനും പാപമോചനം സ്വീകരിക്കുവാനും സഭ നമുക്ക് അവസരം തരികയാണ്. അത് സുവിശേഷ ഭാഗത്ത് നാം കണ്ടു. നിങ്ങളെ അഭിവാദനം ചെയ്യുന്നവരെ തിരിച്ച് അഭിവാദനം ചെയ്താൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? വിശേഷവിധിയായിട്ട് അതിലെന്തെങ്കിലും കാണാൻ സാധിക്കുമോ? പാപികളാണെന്ന് മുദ്രകുത്തിയിരുന്ന ചുങ്കക്കാരും വിജാതീയരായിട്ടുള്ള മനുഷ്യരുമൊക്കെ അപ്രകാരം തന്നെ ചെയ്യുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ വിശേഷവിധിയായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന ക്രൈസ്തവർ എന്ന് പറയുന്നവരിൽ എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ടും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യ ചിന്തകളെല്ലാം ഉപേക്ഷിക്കുവാനായിട്ടും തഴക്കദോഷങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി പരിശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് മാറുവാനായിട്ടുള്ള ആഹ്വാനമാണ് സഭ നമുക്ക് തരിക. നമ്മുടെ പോരായ്മകളെപ്പറ്റി ആത്മപരിശോധന ചെയ്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ അതെല്ലാം സമർപ്പിച്ച് മാപ്പ് ചോദിച്ച് ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്നവിടത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൻ്റെ വ്യാപനം കൂടുതൽ ശക്തമാകുന്ന ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ മോചിപ്പിക്കണമേ എന്നവിടത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്നും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ നിത്യസമ്മാനത്തിന് അർഹരാക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കുട്ടികളെയും ജോലിക്കും മറ്റും വിദൂരങ്ങളിലായിരിക്കുന്നവരെയും കുടുംബജീവിതം നയിക്കുന്നവർ സമർപ്പിതര് കർത്താവിന്റെ തിരുസന്നിധിയിൽ എല്ലാവരെയും സമർപ്പിച്ച് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയാരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാവട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയാരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോബിയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന്
നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവദൂതരേ, സ്വർഗ്ഗനിവാസികളേ, പാടിടുവിൻ ഹോശാന ദാവീദിൻ സുതനേ. പാടിടുവിൻ ഹോശാന ദാവീദിൻ സുതനേ. ഉന്നതനയിൽ മഹിമകളാൽ വിണ്ടലമുടരും കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനോടെ സർവസ്വം മുൻപിലടച്ച് കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമരത്തിൻ്റെയും തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ.
ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചു എന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷിവന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലൈസ്തരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരവോടും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നിങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയാരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹനാളമായി യേശുനായകാ വന്നു നീ മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമായി തീർന്നു നീ ജീവനേകുവാനപ്പമായി നിത്യജീവിതം കാത്തിടുന്നിവർ സത്യമാർഗമായി തീർന്നു നീ സത്യമാർഗമായി തീർന്നു നീ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നേരെ ഇരിക്കാം. കുമ്പസാരം നടത്തുവാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ സാധിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തുമസിന് മുൻപ് ആണ്ടുകുമ്പസാരം നടത്തുന്ന പതിവ് നമുക്കുണ്ട്. വ്യക്തിപരമായിട്ട് കുമ്പസാരം ഇപ്പോൾ നടത്താൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് കൂട്ടമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരം നടത്തുകയാണ്. പാപം കൽപ്പനകളുടെ ലംഘനമാണെന്ന് നമുക്കറിയാം. ദൈവകൽപ്പനകൾ ലംഘിക്കുമ്പോഴാണ് ഒരാൾ പാപം ചെയ്യുക. ദൈവകൽപ്പനകൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന 10 കൽപ്പനകളാണ്. ഓരോ കുമ്പസാരത്തിന് മുൻപും കുമ്പസാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട്. ആ ഒരുക്കം നടത്തുന്നത് ഈ 10 കൽപ്പനകളിൽ ഏതെങ്കിലും കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ തിരുസഭയുടെ കൽപ്പനകൾ അതും ലംഘിച്ചിട്ടുണ്ടോ, ആത്യന്തികമായിട്ടും ദൈവം നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുക.
ക്രിസ്മസിന് മുൻപ് ഈ ഒരുക്കം നടത്തുമ്പോൾ കൽപ്പനകളുള്ള ഏതെങ്കിലും ലംഘനങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ പരിശോധിക്കാം. എൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. കർത്താവിൻ്റെ നാമം വൃഥ പ്രയോഗിക്കരുത്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ഏറ്റുപറയുവാനും ഭൗതികതയിൽ കണ്ണുറപ്പിച്ചുകൊണ്ട് ചാഞ്ചല്യമുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറാതിരിക്കുവാനുമുള്ള ആഹ്വാനമാണ് ഈ 3 കൽപ്പനകളിലൂടെ നമുക്ക് തരിക. ദൈവം നമ്മെ പരിപാലിച്ച് സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവിടത്തേക്ക് എതിരായിട്ടുള്ള അവിടത്തേക്കാളും പ്രാധാന്യം മറ്റെന്തിനുമൊക്കെ കൊടുത്തുകൊണ്ടുള്ള ജീവിതം, ഒരുപക്ഷെ സമ്പത്തിനോ ബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ അധികാരങ്ങൾക്കോ ഒക്കെ കൊടുത്തുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. 4ാമത്തെ കൽപ്പന, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ ഭാര്യയെ മോഹിക്കരുത്, നിന്റെ വസ്തുക്കൾ മോഹിക്കരുത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ തന്നെയും വാക്കുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെ കൊല്ലാറുണ്ട്. മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്തുവന്നവരാണ് പലപ്പോഴും. ആഗ്രഹങ്ങൾ, ഒരുപക്ഷെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അർഹമല്ലാത്ത ആഗ്രഹങ്ങളും ചിലപ്പോഴൊക്കെ മനസ്സിൽ വെച്ച് സൂക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. നീതിക്ക് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? അന്യർക്ക് സ്വന്തമായിട്ടുള്ളത് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ? നീതിരഹിതമായ ഏതെങ്കിലും പ്രവൃത്തികൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. തിന്മയെ തിന്മ കൊണ്ടല്ല അതിജീവിക്കേണ്ടത്, നന്മ കൊണ്ട് അതിജീവിക്കണമെന്ന് അവിടെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ അഭിവാദനം ചെയ്യുമ്പോൾ തിരിച്ച് അവരെയും അഭിവാദനം ചെയ്യാനായിട്ടുള്ള സാധാരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരെയും ഒരേപോലെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? പ്രത്യേകിച്ചും ശത്രുക്കളെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് അവിടെ നമ്മോട് ചോദിക്കുന്നു. അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കാം. ഞായറാഴ്ചകളിലും തടപ്പുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം. ആ ദിവസങ്ങളിൽ വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുത് എന്നവിടെ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഞായറാഴ്ച ആചരണം എപ്രകാരമുള്ളതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരുപക്ഷെ ഞായറാഴ്ചകളിൽ ഇപ്പോൾ നമുക്ക് വീടുകളിൽ ഇരുന്നാണ് വിശുദ്ധ കുർബാന നമ്മൾ പങ്കെടുക്കുന്നതെങ്കിലും അത് എത്ര ആത്മാർത്ഥതയോടുകൂടെ, എത്ര ത്യാഗഭാവത്തോടു കൂടിയാണ് നമ്മൾ പങ്കെടുക്കുക. എല്ലാം ഈസി ആയിട്ട് മാറുമ്പോൾ, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ വരുമ്പോൾ, എല്ലാം നമ്മുടെ മുൻപിൽ വിളമ്പുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങൾ, അത് ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ അതിൻ്റെ ഗൗരവത്തോടു കൂടെ വിശുദ്ധ കുർബാനയിൽ, ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നുള്ള ആ ദിവ്യമായ കൽപ്പന ലംഘിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. തിരുസഭയുടെ മറ്റു കൽപ്പനകൾ ഏതെങ്കിലും തരത്തിൽ ലംഘിച്ചിട്ടുണ്ടോ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ കുറവുകളും പോരായ്മകളും എല്ലായിടത്തും മുമ്പിൽ ഏറ്റുപറയാം, മാപ്പപേക്ഷിക്കാം. പാപം ചെയ്യുക എന്നുള്ളത് മാനുഷികമായ ബലഹീനതയുടെ ഭാഗമാണ്. എന്നാൽ പാപം ചെയ്ത വ്യക്തി അത് ഏറ്റുപറയുവാനായിട്ട് കർത്താവിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് മാപ്പപേക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അത് ദൈവികമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറുന്നു. ആ വലിയ ദൈവിക പ്രവൃത്തിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കുറവുകളെല്ലായിടത്തും മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഞാൻ ചെയ്തു പോയി, അവിടുന്ന് നമ്മളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും സൃഷ്ടിച്ച് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ട് നമ്മെ നയിക്കുകയും ചെയ്തിട്ടും അവിടുത്തെ നന്ദിഹീനത കാണിക്കുന്നു, അവിടുത്തെ വഞ്ചിക്കുന്നു, ഒരുപക്ഷെ അവിടുത്തെ ബഹുമാനിക്കാതെ മറ്റെന്തിൻ്റെയോ കൂടെ നമ്മൾ പോകുന്നു. ഇതിനെയൊക്കെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. പരിശുദ്ധമായ ഒരു ഹൃദയം ഞങ്ങളിൽ സ്ഥാപിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാവട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാനയിൽ തന്നെ പാപമോചനത്തിനുള്ള പ്രാർത്ഥന വൈദികൻ ചൊല്ലുന്നു. അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന യോഗ്യതയോടുകൂടെ ചൊല്ലിക്കൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധന്മാരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. സഭയുടെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിതാർദ്ധാവശ്യം ശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും നയിക്കുക. ആമേൻ. പാപങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഓർത്ത് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചു. അവിടുത്തെ പാപമോചനം നമുക്ക് ലഭിച്ചു. പരിശുദ്ധമായ ഹൃദയത്തോടുകൂടെ ഇപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. അപ്പത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ സാധിക്കാത്തവർ അരൂപിയിൽ അവിടുത്തെ സ്വീകരിക്കുന്നു. അവിടുന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിച്ച് അരൂപിയിൽ ഈശോയെ സ്വീകരിക്കാം. മിശിഹായുടെ ശരീരവും രക്തവും എത്തിച്ചു.
ആത്മാവിൻ്റെ ദീപമേറ്റി നിന്നെ തഴുകി പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നാളെ സഭ ഈശോയുടെ തിരുപ്പിറവി ആഘോഷിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനകൾ കാലത്ത് 5:30 പിറവിയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. അതിനെ തുടർന്ന് വിശുദ്ധ കുർബാന ആഘോഷമായിട്ടുള്ള വിശുദ്ധ കുർബാന 7 മണിക്കും 9 മണിക്കും ആഘോഷമായ വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കുന്നതാണ്. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ബലിയിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് പരിശ്രമിക്കുക. വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കാൻ സാധിക്കാത്തവർ, പ്രത്യേകിച്ച് പ്രായമായവരും കൊച്ചുകുട്ടികളും, വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ദിവസത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് വന്ന് ദേവാലയത്തിൽ വന്ന് പുൽക്കൂട് സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാളെ കടമുള്ള ദിവസമാണ്. ഈശോയുടെ തിരുപ്പിറവി കടമുള്ള ദിവസമാണെന്ന് കൂടി ഓർക്കുക. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിന് സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറുടമേ സ്വസ്തി. അങ്ങനെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൽ താഴ്വരയിൽ നിന്നീതാ തേടുന്നേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നല്ല